ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 5 ഇന്ത്യൻ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 5ാം സ്ഥാനത്തുള്ള ചിത്രം രാജമൗലിയുടെ സംവിധാനത്തിൽ രാം ചരനും NTR നായകനായി എത്തിയ ട്രിപ്പിൾ ആർ ആണ്. ട്രിപ്പിൾ ആർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1250 കോടിയോളമാണ് നേടിയത്. ജപ്പാനിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായിരുന്നു RRR. 4ാം സ്ഥാനത്തുള്ള ചിത്രം ദുരന്തർ ആണ്. ദുരന്തർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1300 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയത്. 3ാം സ്ഥാനത്തുള്ള ചിത്രം അല്ലു അർജുന്റെ പുഷ്പ 2 ആണ്. സുകുമാരന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1700 കോടിയോളമാണ് നേടിയത്. 2ാം സ്ഥാനത്തുള്ള ചിത്രം രാജമൗലിയുടെ ചിത്രമാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 1000 കോടി നേടിയ ചിത്രം ബാഹുബലി 2 ആണ് 2ാം സ്ഥാനത്തുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1800 കോടിക്കടുത്താണ് ചിത്രം നേടിയത്. 1ാം സ്ഥാനത്തുള്ള ചിത്രം ആമീർ ഖാന്റെ ഡങ്കൽ ആണ്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 2000 കോടിക്കടുത്താണ് നേടിയത്. ഈ ചിത്രത്തിന്റെ 70% കളക്ഷനും ചൈനയിൽ നിന്നാണ് വന്നത്. ചൈനയിലെ കളക്ഷൻ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 600 കോടിക്ക് മുകളിലാണ് ഡങ്കൽ നേടിയത്. ചൈനയും കൂടി ചേർത്ത് ഏകദേശം 2000 കോടിക്കടുത്താണ് ഡങ്കൽ നേടിയത്. അപ്പോൾ ഈ 5 ചിത്രങ്ങളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രങ്ങൾ. ഡങ്കൽ, ബാഹുബലി 2, പുഷ്പ 2, ദുരന്തർ, ട്രിപ്പിൾ ആർ. ഇതിൽ 3 ചിത്രങ്ങൾ തെലുങ്കും 2 ചിത്രങ്ങൾ ഹിന്ദിയുമാണ്. ഈ തെലുങ്കിൽ 3 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങളുടെ സംവിധായകൻ SS രാജമൗലിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ദിവസവും ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും സിനിമ അപ്ഡേറ്റും അതുപോലെ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.